ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിതരെ, നോമ്പ് ഒരു സഞ്ചാരമാണ്. ദൈവികതയിലേക്കുള്ള, ദൈവഭാവത്തിലേക്കുള്ള സഞ്ചാരം. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കുന്ന നാളുകളാണിത്. ഈ യാത്രയിൽ ഒരു പൊതിച്ചോറ് പോലെ നമുക്ക് ബലമാകുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ്. അത് സാധ്യമാകുന്നത് വചനം നമ്മിൽ ക്രിയ ചെയ്യുമ്പോഴാണ്. ഈ നോമ്പ് നാളുകളിൽ ക്രിസ്തുവിനോളം വളരുവാൻ വചനത്തിന്റെ പ്രകാശനം നമുക്ക് ഇടയാക്കട്ടെ. ക്രിസ്തു സ്വഭാവത്തിലേക്ക് നമ്മെ ഉണർത്തുന്ന ചില ചിന്തകൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 44 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പ് നാളുകളിലൂടെ ഈ സഞ്ചാരത്തിൽ നാം തിരഞ്ഞെടുക്കേണ്ട 2 വഴികൾ മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, താഴ്മയുടെ വഴി. 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ തമ്മിലുള്ള ഒരു തർക്കമാണ് കാണുന്നത്. ആരാണ് വലിയവനെന്ന ചോദ്യം അവരിൽ വലിയ തർക്കത്തിന് തിരിതെളിയിക്കുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ മറുപടി മറ്റൊരു ചിന്താധാര തന്നെ ശിഷ്യന്മാരിൽ തുറക്കുകയാണ്. നമ്മളിലേക്ക് അത് കൈമാറുന്നുമുണ്ട്. ലോകം അധികാരത്തിനും പദവിക്കും സ്ഥാനമാനങ്ങൾക്കും പിന്നാലെ പായുകയാണ്. എന്നാൽ ദൈവസ്നേഹത്തിലും കരുതലിലുമാണ് ദൈവരാജ്യം ചലിക്കുന്നത്. ഇവിടെ യേശു ഒരു ബാലനെ വിളിച്ച് തന്റെ അരികിൽ നിർത്തി വലിയൊരു മാർഗം ശിഷ്യരിലേക്ക് തുറന്നു കാട്ടുന്നുണ്ട്. ചെറിയവർക്കും വിലയുണ്ട്. കളിച്ചു നടക്കുന്ന ബാലകർക്ക് സമൂഹം ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്നാൽ യേശു തമ്പുരാൻ പറയുന്നു, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെയാണ് കൈക്കൊള്ളുന്നത്. തന്നെ തന്നെ ചെറിയതാക്കി താഴ്മയിൽ ചലിക്കുന്നവരാണ് ക്രിസ്തു പാതയിൽ സഞ്ചരിക്കുന്നവർ. ഈ നോമ്പ് നാളുകളിൽ വലിയവനാകാനല്ല, യേശുവിന് വേണ്ടി ചെറിയവനാകാനും താഴ്മയോടെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ ദൈവപുത്രന്റെ ഭാവവഴികളിലൂടെ നമുക്കും യാത്ര ചെയ്യാം. നമ്മളുടെ അഹന്തയെയും ഞാനെന്ന ഭാവത്തെയും കുരിശിൽ തറയ്ക്കുവാനുള്ള സമയമാണിത്. മറ്റുള്ളവരെ സേവിക്കുവാനും താഴ്മയോടെ ഇരിക്കുവാനും കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത്. രണ്ടാമത്തെ വഴി സമർപ്പണത്തിന്റെ വഴി. 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച 3 വ്യക്തികളുമായുള്ള യേശുവിന്റെ സംഭാഷണമാണ് രേഖപ്പെടുത്തുന്നത്. ഈ സംഭാഷണങ്ങളെല്ലാം സമർപ്പണത്തിന്റെ വഴിയിലേക്ക് തിരിയുവാൻ നാം എടുക്കേണ്ടതായ ചുവടുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് സമർപ്പണം വെളിവാകുന്നത്? ഒന്ന്, അത് മുൻഗണനകളെ ക്രമപ്പെടുത്തുമ്പോഴാണെന്ന് ആദ്യ സംഭാഷണം നമ്മളെ ഓർമ്മപ്പെടുത്തും. എന്നെ അനുഗമിക്കുക എന്ന് ഒരുവനോട് പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്ന മറുപടി, ഞാൻ ആദ്യം പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് മുൻഗണനകൾ കൊടുക്കുന്നത്? നമ്മളുടെ സമർപ്പണത്തെ വിളിച്ചോതുന്നത് അതൊക്കെയും നമ്മളുടെ മുൻഗണനകളാണ്. 2, തിരികെ നോക്കാത്ത നിശ്ചയം. ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ നാം പിഴവുകൾ വരുത്തുന്നെങ്കിൽ നമ്മളുടെ സമർപ്പണം കൃത്യമല്ല. ഇവിടെ ഒരുവൻ യേശുവിനോട് പറയുന്നു, ഞാൻ എൻ്റെ ചാർച്ചക്കാരോട് യാത്ര പറഞ്ഞു വരാമെന്ന്. യേശു തമ്പുരാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. നാം നമ്മുടെ യാത്രയിൽ എങ്ങനെയാണ്? ഒരു കൈ ദൈവത്തിലും ഒരു കൈ ലോകത്തിലും. ഇങ്ങനെ 2 വഞ്ചിയിൽ കാല് വെച്ചുള്ള യാത്ര അപകടകരമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പുകാലം ദൈവത്തെ മാത്രം ആഗ്രഹിക്കാനും ദൈവത്തിന് മുമ്പിൽ പരിപൂർണമായി നമ്മെ തന്നെ സമർപ്പിക്കാനും സാധ്യമാകട്ടെ. മൂന്നാമതായി, ത്യാഗസന്നദ്ധതയാണ്. സദാ സഞ്ചരിക്കുന്നവനായ, വിശ്രമമില്ലാതെ ഓടുന്ന യേശുവിനോടൊപ്പം ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ചിലതൊക്കെ നാം പിന്നിൽ ഉപേക്ഷിക്കണം. നമ്മളും
നമുക്ക് ചുറ്റുമുള്ള ലോകവും വിലയുള്ളതെന്ന് കരുതുന്ന ചിലതിനെ പിന്നിലെറിഞ്ഞു കളയുവാൻ നാം ഒരുക്കമാണ്. അതെ, അത് നമ്മളുടെ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. തലചായ്ക്കുവാൻ ഇടമില്ലാത്ത ഒരുവനോടൊപ്പം നടക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുവാൻ തക്കവണ്ണം തയ്യാറാണ്. ഈ നോമ്പ് അർത്ഥപൂർണമാകട്ടെ. ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കുവാൻ, അവൻ്റെ ഭാവം ആർജിച്ചെടുക്കുവാൻ താഴ്മയുടെ, സമർപ്പണത്തിൻ്റെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. നമ്മളുടെ ഹൃദയത്തിലെ അഹങ്കാരത്തെ താഴ്മ കൊണ്ട് കീഴടക്കുവാനും ലൗകികമായ തടസ്സങ്ങളെ മാറ്റി നിർത്തി ക്രിസ്തുവിനായി പൂർണ്ണമായി സമർപ്പിക്കുവാനും ഈ വചനങ്ങൾ നമ്മേവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മളേവരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.